ഹലോ, എല്ലാവർക്കും ആംഗിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. CBSE 10th ബോർഡ് എക്സാമിന് ടേം 1 അറ്റൻഡ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കായിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ആംഗിൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, നവംബർ 30 മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. എക്സാമിന്റെ കാര്യങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാത്സിൽ 40 ക്വസ്റ്റ്യൻസ് ആണ് ആകെയുള്ളത്. അങ്ങനെ 90 മിനിറ്റ് ആണ് നമുക്ക് ടൈം അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് മാത്സ്. ഒരു ക്വസ്റ്റ്യന് നമുക്ക് ആവറേജ് 2 മിനിറ്റ് 15 സെക്കൻഡാണ് കിട്ടുന്നത്. അപ്പോൾ മാത്സ് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, MCQ എക്സാം ആയതിനാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ക്വസ്റ്റ്യൻസും ടെക്സ്റ്റിലുള്ള അതേ മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് 3 മിനിറ്റ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കാൻ പറ്റില്ല. അപ്പോൾ പല ഷോർട്ട് കട്ട് മെത്തേഡുകൾ നമ്മൾ പഠിക്കേണ്ടി വരും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള, എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന, എക്സാമിന് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ സീരീസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ ചാപ്റ്ററിലെയും. അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യനും എങ്ങനെ ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് 30-40 സെക്കൻഡ് കൊണ്ട് എങ്ങനെ ചെയ്ത് തീർക്കാം, ഈ കാര്യങ്ങളാണ് ഈ സീരീസ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഈ സീരീസ് കണ്ടു തീർക്കുമ്പോഴേക്കും മാത്സിൽ എല്ലാവർക്കും ഫുൾ മാർക്ക് നേടാനാകുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. സോ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, കൂടുതൽ ദൈർഘിപ്പിക്കുന്നില്ല, ചാപ്റ്ററിലേക്ക് തന്നെ കിടക്കുകയാണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്ന ചാപ്റ്റർ ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. ഈ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യം തന്നെ എന്താണ് ഒരു ലീനിയർ ഇക്വേഷൻ്റെ ജനറൽ ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ട്. AX + BY + C = 0. അല്ലെങ്കിൽ രണ്ട് ഇക്വേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ A1x + B1y + C1 = 0, A2x + B2y + C2 = 0. അല്ലെ, എക്സിൻ്റെ കോയിഫിഷ്യൻസ് ഉണ്ടാവും, വൈൻ്റെ കോയിഫിഷ്യൻസ് ഉണ്ടാവും, ഒരു കോൺസ്റ്റന്റ് ഉണ്ടാവും. ഏത് ലീനിയർ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാലും എക്സിൻ്റെ കോയിഫിഷ്യൻ, വൈൻ്റെ കോയിഫിഷ്യൻ, ഒരു കോൺസ്റ്റന്റ് ഉണ്ടാവും, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പഠിക്കുന്നത് ഓരോ ലീനിയർ ഇക്വേഷൻസ്, അതിൻ്റെ എത്ര സൊല്യൂഷൻസ് ഉണ്ട്, നോ സൊല്യൂഷൻ ഇല്ലാത്ത ലീനിയർ ഇക്വേഷൻസ് ഉണ്ട്, ഇൻഫിനിറ്റ് സൊല്യൂഷൻ ഉള്ള ലീനിയർ ഇക്വേഷൻ ഉണ്ട്, എക്സാക്ട്ലി 1 സൊല്യൂഷൻ ഉള്ള ലീനിയർ ഇക്വേഷൻ ഉണ്ട്. അതിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത് ടെക്സ്റ്റിൽ ഒരു ടേബിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാവരും ബൈ ഹാർട്ട് പഠിക്കേണ്ട ഒരു ടേബിളാണ്. നമുക്കറിയാം, A1/A2 B1/B2 ഈക്വൽ അല്ലെങ്കിൽ എക്സാക്ട്ലി 1 സൊല്യൂഷൻ ആണെന്നും, അതുപോലെ തന്നെ A1/A2 B1/B2 C1/C2 മൂന്നും ഈക്വൽ ആണെങ്കിൽ ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആണെന്നും, A1/A2 ഈക്വൽ ടു B1/B2 നോട്ട് ഈക്വൽ ടു C1/C2 ആണെങ്കിൽ നോ സൊല്യൂഷൻ ആണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ എല്ലാവരും തന്നെ ബൈ ആയിട്ട് പഠിക്കുക. അവസാനമായി ഈ ചാപ്റ്ററിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എങ്ങനെ ഒരു ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഇതിൽ 3 മെത്തേഡ് ഉണ്ട്. അതിലൊരു മെത്തേഡ് സിലബസിന് ഇൻഫർമേഷൻ ഡിലീറ്റഡ് ആണ്. സോ 2 മെത്തേഡാണ് നമുക്ക് പഠിക്കാനുള്ളത്, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡും എലിമിനേഷൻ മെത്തേഡും. ആ മെത്തേഡ് ഏതാണ്, എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കുമ്പോൾ അവിടെ നമുക്ക് പരിചയപ്പെടാം. ഈ 2 മെത്തേഡും പഠിക്കണം നിർബന്ധമില്ല. നമുക്ക് മെത്തേഡ് ഏതായാലും കുഴപ്പമില്ല. MCQ എക്സാം ആയതുകൊണ്ട് ഫൈനൽ ആൻസർ മാത്രമേ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. സോ മെത്തേഡ് ഏതെങ്കിലും ഒരു മെത്തേഡ് നല്ല രീതിയിൽ പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ്ലി ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കൂ. എന്താണ് ക്വസ്റ്റ്യൻ? For what value of k will the following pair of linear equations have infinite many solutions? ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പഠിച്ച ടേബിളിൽ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആവാനുള്ള കണ്ടീഷൻ അവിടെ കാണിക്കുന്നത്. എന്തായിരുന്നു ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആവാനുള്ള കണ്ടീഷൻ? A1/A2 = B1/B2 = C1/C2. ഓക്കെ, സോ ഇവിടെ എനിക്കെന്ത് പറയാം, A1/A2 B1/B2 C1/C2 ഈക്വൽ ആണ്. സോ A1 എന്താണ് ഇവിടെ? 2. സോ 2 divided by A2 k plus 2 is equal to B1/B2 B1 3 divided by B2 6 is equal to C1/C2 C1 എന്താണ് 4 divided by C2 എന്താണ് 3k plus 2. ഇതിൽ ആദ്യത്തെ 2 ടേംസ് വരും. സോ അതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ആണെങ്കിൽ എന്ത് വരും? 2 × 6 12 is equal to 3 × k plus 2 3k plus 6. ഇത് റീഅറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? 3k is equal to 6. സോ k is equal to 6/3 2 എന്ന് കിട്ടും. ഓക്കെ, സോ നമ്മുടെ ആൻസർ എന്താണ്? ബി, ഓപ്ഷൻ ബി 2 ആണ് ആൻസർ. ഈ ആൻസർ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ kൻ്റെ വാല്യൂ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം. അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ്ലി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും വെച്ചു.
difference between two numbers is 26 and one number is 3 times the other number. The numbers are, അല്ലേ? നമുക്ക് ഇതിൽ നൺ ഓഫ് ദീസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ പറയാം. കാരണം ഡിഫറൻസ് ബിറ്റ്വീൻ ടു നമ്പേഴ്സ് ഈസ് 26. നമ്പേഴ്സിന്റെ ഡിഫറൻസ് 26 ആണ്. ഈ ഓപ്ഷനിൽ നമ്പേഴ്സിന്റെ ഡിഫറൻസ് 26 ആയിട്ടുള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, അല്ലേ? അതേതാണ് ഓപ്ഷൻ സി ആണ്. പക്ഷെ നമുക്ക് ഇവിടെ നൺ ഓഫ് ദീസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്കത് ആൻസർ കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല. ഒരു ഓപ്ഷനും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയുന്നു, അങ്ങനെ നോക്കിയിട്ട് ജസ്റ്റ് ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ പറയായിരുന്നു. സോ ഇവിടെ നൺ ഓഫ് ദീസ് എന്നൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കാം. സോ നമുക്ക് ചെയ്തു നോക്കാം. എന്താണ് ആദ്യം പറഞ്ഞത്? ഡിഫറൻസ് ബിറ്റ്വീൻ ടു നമ്പേഴ്സ് ഈസ് 26. രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് 26 ആണ്. സോ ഞാൻ എന്ത് ചെയ്തു, നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ ആയിട്ട് കൺസിഡർ ചെയ്തു. സോ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 26. പിന്നെന്താ പറഞ്ഞത്, വൺ നമ്പർ ഈസ് 3 ടൈംസ് ദി അതർ. ഓക്കെ, സോ എന്തെടുത്തു, എക്സ് ഇസ് ഈക്വൽ ടു 3 ടൈംസ് ദി അതർ നമ്പർ, എക്സ് ഈക്വൽ ടു 3y. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിനെ ലീനിയർ ഇക്വേഷൻ ആക്കി എഴുതുകയാണെങ്കിൽ എക്സ് മൈനസ് 3y ഈക്വൽ ടു 0. നെക്സ്റ്റ് ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. സോ എലിമിനേഷൻ മെത്തേഡിൽ സോൾവ് ചെയ്യാം, അല്ലേ? എലിമിനേഷൻ മെത്തേഡിൽ സോൾവ് ചെയ്യാൻ ആദ്യം എന്താ ചെയ്യേണ്ടത്, എക്സിൻ്റെ വൈൻ്റെ ഏതെങ്കിലും കോയിഫിഷ്യൻ്റ് ഈക്വൽ ആക്കുക. അവിടെ ഓൾറെഡി എക്സിൻ്റെ രണ്ട് ഇക്വേഷൻ്റെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 1 ആണ്. ഓക്കെ, സോ അതൊന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എക്സ് മൈനസ് എക്സ് ഇവിടെ എന്ത് കിട്ടി, 0 മൈനസ് 3y മൈനസ് y minus 2y is equal to minus 26. So we have 2y is equal to 26. So y is equal to 30. Okay. So y equal to 30 ആണെങ്കിൽ നമ്മൾ ഓൾറെഡി അവിടെ എഴുതിയിട്ടുണ്ട് x equal to 3y എന്നല്ലേ. So x equal to 3 into 30 which is equal to 39. So answer എന്താണ്, ഓപ്ഷൻ സി. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഷോർട്ട് കട്ടിൽ ചെയ്യായിരുന്നു. ഓപ്ഷൻ നൺ ഓഫ് ദീസ് എന്നൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഓപ്ഷനിൽ കൊടുത്ത് നോക്കിയിട്ട് തന്നെ നമുക്ക് ചെയ്യായിരുന്നു. നൺ ഓഫ് ദീസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ പ്രോബ്ലം ആയിട്ട് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. Two numbers are in the ratio 5:6. 8 is subtracted from each of the numbers. The ratio becomes 4:5. The numbers are okay. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നൺ ഓഫ് ദീസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഓപ്ഷനിൽ നോക്കിയിട്ട് തന്നെ ആൻസർ പറയാം. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ട് ആൻസർ കണ്ടെത്തുകയാണെങ്കിൽ ഒരുപാട് ടൈം വേസ്റ്റ് ആവും. മാക്സിമം പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ ഓപ്ഷൻസ് നോക്കിയിട്ട് തന്നെ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞതാണ് ഇങ്ങനെയാണ് ഷോർട്ട് കട്ട് മെത്തേഡിൽ കാണാമെന്ന് നോക്കാം. 2 numbers are in the ratio 5:6. നമ്പേഴ്സിൻ്റെ റേഷ്യോ 5:6 ആണ്. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ 4 ഓപ്ഷനുള്ളത് 5:6 എന്ന റേഷ്യോയിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ 48:20 അത് തമ്മിലുള്ള റേഷ്യോ 48:20 ഇതിൻ്റെ റേഷ്യോ എന്തായിരിക്കും, എല്ലാവരും നോക്ക് 4 വെച്ചിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. സോ ഇതൊരു 12:5 ആയിരിക്കും ഇവിടെ റേഷ്യോ. സോ ഇതല്ല നമ്മുടെ ആൻസർ, അല്ലേ? ഓക്കെ, ഓപ്ഷൻ ബി അതുപോലെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 10:7 ആണ് റേഷ്യോ വരുന്നത്. സോ ഓപ്ഷൻ ബിയും അല്ല. ഇനി സി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തൊരു, അവിടെ 5:6 ആണ് റേഷ്യോ. ഇവർ ഡി ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ് 5:6 ആണ് റേഷ്യോ. സോ രണ്ടെണ്ണം 5:6 ആണ് റേഷ്യോ. സോ ഇനി നമ്മൾ അടുത്ത സെന്റൻസ് വായിച്ചു. എന്താ അടുത്ത സെന്റൻസ് പറഞ്ഞത്, ഇഫ് 8 ഈസ് സബ്സ്ട്രാക്റ്റഡ് ഫ്രം ഈച്ച് ഓഫ് ദ നമ്പേഴ്സ് റേഷ്യോ ബിക്കംസ് 4:5. 8 സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ റേഷ്യോ 4:5 ആവും. അപ്പോൾ ഓപ്ഷൻ സി നമുക്ക് 8 സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കാം. പേര് കിട്ടുക 32, അതേപോലെ 40. ഓപ്ഷൻ ഡിയിൽ 8 സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 12, അതുപോലെ 16. ഇവിടെ സബ്സ്ട്രാക്ട് ചെയ്തപ്പോൾ റേഷ്യോ എന്തായി, ഇവിടെ എന്തായി 4:5. ഇവിടെ എന്തായി റേഷ്യോ 3:4. അപ്പോൾ സബ്സ്ട്രാക്ട് ചെയ്തപ്പോൾ റേഷ്യോ 4:5 ആയത് ഏതാണ്, ഓപ്ഷൻ സി മാത്രമാണ്. സോ നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം, ആൻസർ എന്ത് എഴുതാം, ഓപ്ഷൻ സി. ഇതുപോലെ മാക്സിമം ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് നോക്കിയിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. ഒരുപാട് ടൈം നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6ലേക്ക് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6 എന്താ പറഞ്ഞത്, 6 years hence a man's age will be 3 times the age of his son, and 3 years ago he was 9 times as old as his son. Present age of the man is. ഇതേപോലുള്ള ഏജിൻ്റെ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, അത് പ്രസൻറ്റ് ഏജ് ആണ് നമ്മൾ എക്സ് ആൻഡ് വൈ ആക്കി എടുക്കേണ്ടത് കേട്ടോ. ഏജിൻ്റെ ഏത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാലും പ്രസൻറ്റ് ഏജ് എക്സ് ആൻഡ് വൈ ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ഞാൻ എന്ത് ചെയ്തു, പ്രസൻറ്റ് ഏജ് ഓഫ് സൺ
എക്സ് ആക്കി എടുത്തു. അതുപോലെ പ്രസന്റ് ഏജ് ഓഫ് മാൻ അതെന്താക്കി എടുത്തു, വൈ ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പൊ ആദ്യം എന്താണ് പറഞ്ഞത്, 6 years hence. 6 years hence സണ്ണിന്റെ ഏജ് പറഞ്ഞാൽ എന്തായിരിക്കും, എക്സ് പ്ലസ് 6. മാൻ്റെ ഏജ് എന്തായിരിക്കും, 6 years hence വൈ പ്ലസ് 6. അപ്പോൾ ഉള്ള കണ്ടീഷൻ എന്താ പറഞ്ഞത്, man's age will be 3 times the age of his son. Okay, so man's age എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, y plus 6 is equal to 3 times age of son എന്ന് പറയുമ്പോൾ 3 into x plus 6. അത് ലീനിയർ ഇക്വേഷൻ ആയിട്ട് ഞാൻ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുകയാണെങ്കിൽ y plus 6 is equal to 3x plus 18. സോ ഇത് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതുകയാണെങ്കിൽ 3x minus y is equal to -12. അതാണ് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഓക്കെ, ഇതുപോലെ പിന്നെന്താ പറഞ്ഞത്, 3 years ago എന്ന് പറഞ്ഞാൽ സണ്ണിന്റെ ഏജ് എന്തായിരിക്കും, എക്സ് മൈനസ് 3. മാൻ്റെ ഏജ് എന്തായിരിക്കും, വൈ മൈനസ് 3. ഓക്കെ, 3 years ago എന്താണെന്നാ പറഞ്ഞത്, his age is 9. He is 9 times as old as his son. So y minus 3 is equal to 9 times son's age, x minus 3. ഓക്കെ, അത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് റീഅറേഞ്ച് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുകയാണെങ്കിൽ 9x minus 27, 9x minus y is equal to 24. ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അപ്പോൾ എനിക്ക് 2 ഇക്വേഷൻസ് കിട്ടി. ഇനി എന്ത് ചെയ്യുന്നു, ആ 2 ഇക്വേഷൻസും സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഓർ എലിമിനേഷൻ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 മെത്തേഡ് പഠിക്കണമെന്നില്ല, ഏതെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഓർ എലിമിനേഷൻ മെത്തേഡ് ഏതെങ്കിലും ഒരു മെത്തേഡ് അറിഞ്ഞിരുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാം. നമുക്കിവിടെ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇക്വേഷൻ ഞാൻ എഴുതി, നെക്സ്റ്റ് ഇക്വേഷൻ എഴുതി, വൈൻ്റെ കോയിഫിഷ്യൻറ്റ് സെയിം ആണ്. സോ നമ്മൾ ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എന്ത് ചെയ്യുക, ഡയറക്റ്റ് നമുക്ക് മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ വരും 9x minus 3x 6x, y ക്യാൻസലായി, 24 minus 12 36. സോ എക്സ് ഈക്വൽ ടു 6. ഓക്കെ, നമ്മളോട് ചോദിച്ചത് എക്സ് എന്ന് പറഞ്ഞാൽ സണ്ണിൻ്റെ ഏജ് ആണ്, ചോദിച്ചത് എന്താണ്, മാൻ്റെ ഏജ് ആണ് അല്ലേ. സോ നമുക്കത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ, ഞാൻ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ 3 into 6 18 minus y is equal to -12. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, y is equal to 30. മാൻ്റെ ഏജ് എന്താണ്, 30, ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ലീനിയർ ഇക്വേഷൻ അല്ല അല്ലേ, റൂട്ട് വരുന്നുണ്ട്, വേരിയബിൾസിനെല്ലാം റൂട്ട് വരുന്നുണ്ട്, അതായത് ലീനിയർ ഇക്വേഷൻ അല്ല. പക്ഷെ ഇതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ ചെയ്യാം, നമ്മൾ ചെയ്യും 1/√x is equal to നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും അല്ലേ. 1/√xന് p എന്ന് കൊടുത്തു, അതേപോലെ 1/√yക്ക് q എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഓക്കെ, നമുക്ക് ഇക്വേഷൻസ് എങ്ങനെ റീറൈറ്റ് ചെയ്യാം, 2p plus 3q is equal to 2. That's equation number 1. Second equation, 4p, sorry, plus അല്ല മൈനസ് അല്ലേ, 4p minus 9q is equal to -1. That's equation number 2. ഇത് സോൾവ് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു കാര്യം ചെയ്യാം, എലിമിനേഷൻ മെത്തേഡ് സോൾവ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ കോഎഫിഷ്യൻസ് സെയിം ആക്കണം അല്ലേ. ഞാൻ എന്ത് ചെയ്തു, ഇക്വേഷൻ നമ്പർ 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ഇക്വേഷൻ നമ്പർ 1 എന്താവും, 4p plus 6q is equal to 4. സെക്കൻഡ് ഇക്വേഷൻ ഞാൻ അതുപോലെ തന്നെ എഴുതി, 4p minus 9q is equal to -1. സോ ഇനി എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുന്നത് 6q minus -q എന്ന് പറയുമ്പോൾ 15q is equal to 5. So q is equal to എന്ത് കിട്ടി, q is equal to 1/3 എന്ന് കിട്ടി. ഓക്കെ, ഇനി q കിട്ടി കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഏതെങ്കിലും ഒരു ഇക്വേഷൻ്റെ റിസൾട്ട് എന്ത് ചെയ്യണം, p കാണണം അല്ലേ. ഓക്കെ, p കാണുമ്പോൾ സെക്കൻഡ് ഇക്വേഷനിൽ ക്യൂവിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4p plus 6 into q എന്നായിരുന്നു കിട്ടിയത്, 1/3 is equal to 4. So 4p is equal to 2 എന്ന് കിട്ടും, p equal to 1/2 എന്ന് കിട്ടും.
പിയും ക്യൂവും കിട്ടി. പക്ഷെ നമ്മളിവിടെ പിയും ക്യൂ അല്ല ചോദിച്ചത്, എക്സും വൈൻ്റെയും വാല്യൂസ് ആണ് നമ്മൾ ചോദിച്ചത്. നമ്മൾ പി എന്തായിരുന്നു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? 1/√x. ഓക്കെ, സോ എനിക്ക് എന്ത് കിട്ടി? 1/2 is equal to 1/√x. ഓക്കെ, സോ അത് എനിക്ക് എന്ത് കിട്ടും? സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ √x is equal to 2 മീൻസ് എക്സ് ഈക്വൽ ടു എന്ന് കിട്ടും 4 എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ വൈ എന്ത് കിട്ടും? ഇതേപോലെ തന്നെ 1/q ഈക്വൽ ടു എന്തായിരുന്നു? 1/√y. സോ 1/3 is equal to 1/√y. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ y ഈക്വൽ ടു 9 കിട്ടും. ഓക്കെ, ആൻസർ എന്താണ്? ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6ലേക്ക് പോകാം. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. പല വിദ്യാർത്ഥികളും ഡൗട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കാം. A boatman rows his boat 35 km upstream and 55 km downstream in 12 hours. He can row 30 km upstream and 44 km downstream in 10 hours. The speed of the boat in still water is. നമ്മളോട് ചോദിച്ചത്. അപ്പോൾ അതിൽ ആദ്യം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അപ്സ്ട്രീം ആണെന്നുണ്ടെങ്കിൽ, അപ്സ്ട്രീം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിരിക്കുക? നമ്മളൊരു കയറ്റം കയറുമ്പോൾ എന്തായിരിക്കും സ്പീഡ്? ഒരു കാറിൽ പോകണമെങ്കിൽ കയറ്റം കയറുന്ന സമയത്ത് എന്തായിരിക്കും? സ്പീഡ് കുറവായിരിക്കും അല്ലേ? അപ്സ്ട്രീമിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ സ്പീഡുകൾ തമ്മിൽ മൈനസ് ചെയ്യും. ബോട്ടിൻ്റെ സ്പീഡും അതേപോലെ സ്ട്രീമിൻ്റെ സ്പീഡും മൈനസ് ചെയ്യും. ഡൗൺ സ്ട്രീമിലാകുമ്പോൾ രണ്ടും ആഡ് ചെയ്യും. നമുക്ക് ബേസിക് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫിസിക്സിൽ 9th പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? സ്പീഡ് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? ഡിസ്റ്റൻസ് ബൈ ടൈം. ഈ ഒരു ഇക്വേഷൻ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണേ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യും. അതിൽ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്തു? റെസ്യൂം ചെയ്തു സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഞാൻ എക്സ് ആക്കി എടുത്തു. സ്പീഡ് ഓഫ് സ്ട്രീം എല്ലാ ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ചെയ്യാം. സ്പീഡ് ഓഫ് സ്ട്രീം എന്താക്കി എടുത്തു? വൈ ആയിട്ട് കൺസിഡർ ചെയ്തു. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്സ്ട്രീമിലുള്ള സ്പീഡ് എന്തായിരിക്കും? ആദ്യം അപ്സ്ട്രീമിലുള്ള കാര്യം നോക്കാം. അപ്സ്ട്രീമിൽ എന്തായിരിക്കും സ്പീഡ്? എക്സ് മൈനസ് വൈ ആയിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞാൽ അപ്സ്ട്രീം എന്ന് പറയുമ്പോൾ നമ്മൾ കയറ്റം കയറുന്ന ആലോചിച്ചാൽ അവിടെ സ്പീഡ് കുറവായിരിക്കും. സ്പീഡ് കുറവ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? സ്പീഡ് മൈനസ് ചെയ്യുക. അതുപോലെ ഡൗൺ സ്ട്രീമിൽ എല്ലായ്പ്പോഴും എന്തായിരിക്കും? സ്പീഡ് കൂടുതലായിരിക്കും അല്ലേ? നമ്മുടെ ഇറക്കുന്ന ആലോചിച്ചാൽ ചിലപ്പോൾ സ്പീഡ് കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? നമ്മൾ സ്പീഡ് ആഡ് ചെയ്യണം. എക്സ് പ്ലസ് വൈ ആയിരിക്കും ഇവിടെ സ്പീഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മോട് പറഞ്ഞത് എന്താണ്? ഫസ്റ്റ് സെൻറ്റൻസ് നമുക്ക് ആദ്യം ഇക്വേഷൻ ഫോം ചെയ്യണം. ഫസ്റ്റ് സെൻറ്റൻസിൽ എന്താ പറഞ്ഞത്? 35 km അപ്സ്ട്രീം, അതേപോലെ 55 km ഡൗൺ സ്ട്രീം. ഇപ്പോൾ ടോട്ടൽ 12 hours എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്നൊരു ടൈമിന് ഒരു ചെറിയ ഇക്വേഷൻ കൂടി ഫോം ചെയ്ത് ടൈം ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ടൈം ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. ഓക്കെ, അപ്പോൾ 35 km പോകുന്ന ടൈം സ്ട്രീമിലുള്ള ടൈം ഞാൻ T1 ആക്കിയിട്ടും ഡൗൺ സ്ട്രീമിലുള്ള ടൈം ഞാൻ T2 ആക്കിയിട്ട് എടുത്തു. ഓക്കെ, സ്ട്രീമിലുള്ള ടൈം T1, ഡൗൺ സ്ട്രീമിലുള്ള ടൈം T2. സോ T1 പ്ലസ് T2 എന്തായിരിക്കും? ഇവിടെ തന്നിട്ടുണ്ട് 12 ആണെന്നുള്ളത്, 12 hours ആണെന്നുള്ളത്. സോ ടൈം പറഞ്ഞാൽ എന്തായിരുന്നു? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്സ്ട്രീമിൽ എത്ര ഡിസ്റ്റൻസ് ആണ് പോകുന്നത്? 35 ഡിവൈഡഡ് ബൈ അപ്സ്ട്രീമിലുള്ള സ്പീഡ് ഞങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, എക്സ് മൈനസ് വൈ പ്ലസ് ഡൗൺ സ്ട്രീമിൽ എത്ര ഡിസ്റ്റൻസ് ആണ് പോകുന്നത്? 55. ഡൗൺ സ്ട്രീമിലുള്ള സ്പീഡ് എന്തായിരുന്നു? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 12. ഓക്കെ, അത് ഇക്വേഷൻ നമ്പർ 1. അതേപോലെ തന്നെ അടുത്തൊരു കണ്ടീഷൻ കൂടി തന്നിട്ടുണ്ട്, 30 km അപ്സ്ട്രീം അല്ലേ? നേരത്തെ അതേപോലെ 30 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ പ്ലസ് 44 km ആണ് ഡൗൺ സ്ട്രീം. സെയിം ഇക്വേഷനിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അവിടെ എത്രയാണ് ടോട്ടൽ ടൈം? എത്രയാണ്? 10 hours ആണ്. ഓക്കെ, ഇനി നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത പോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. ഇപ്പോൾ ഡയറക്റ്റ് നമുക്ക് ലീനിയർ ഇക്വേഷൻ ഫോർമുലാസ് മെത്തേഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. സോ നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. 1/x മൈനസ് വൈ നമുക്ക് ഇവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 1/x മൈനസ് വൈ ഇസ് ഈക്വൽ ടു പി, 1/x പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ക്യൂ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടും. 35p പ്ലസ് 55q is equal to 12
second equation 30p plus 44q is equal to 10. Okay. In equations നമുക്ക് എന്ത് ചെയ്യാം സോൾവ് ചെയ്യാം. അപ്പോൾ ഇത് സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ലീനിയർ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ് എലിമിനേഷൻ മെത്തേഡ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് കുറച്ചുകൂടി ഈസി. ഇതെല്ലാവരും സാധാരണ യൂസ് ചെയ്യുന്ന എലിമിനേഷൻ മെത്തേഡാണ്. നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണെങ്കിൽ എന്ത് ചെയ്യാം സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ പിൻ്റെയും ക്യൂൻ്റെയും വാല്യൂസ് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ. സോ പി എന്ത് കിട്ടും ചെയ്ത് കഴിഞ്ഞാൽ പി ഇസ് ഈക്വൽ ടു 1/5 എന്നും ക്യൂ ഇസ് ഈക്വൽ ടു 1/11 എന്നും ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. നേരത്തെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, എഴുതിയ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. 1/x-y ആയിരുന്നു പി കൊടുത്തത് അല്ലേ. ആ പി ഇപ്പം എന്ത് കിട്ടി 1/5. നേരത്തെ എന്തായിരുന്നു 1/x+y ആയിരുന്നു ക്യൂ കൊടുത്തത്, അതെന്ത് കിട്ടി 1/11. ഓക്കെ. സോ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം രണ്ട് ലീനിയർ ഇക്വേഷൻസ് ഫോം ചെയ്യാം. ഫസ്റ്റ് എന്തായിരുന്നു x-y is equal to 5, അതുപോലെ x+y equal to 11. രണ്ട് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്താൽ എന്ത് കിട്ടും x is equal to 8, അതുപോലെ y equal to 3. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എന്താണ് സ്പീഡ് ഓഫ് ബോട്ട് ആണ് ചോദിച്ചത്. സ്പീഡ് ഓഫ് ബോട്ട് നമ്മൾ എന്താണ് കൺസിഡർ ചെയ്തത് എക്സ് അല്ലേ. സോ ആൻസർ എന്താണ് ഓപ്ഷൻ എ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. ക്വസ്റ്റ്യൻ നമ്പർ 7 എന്താണ് രണ്ട് ലീനിയർ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്, ഇത് പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അങ്ങനെ ഈ കെൻ്റെ വാല്യൂ ആണ് ചോദിച്ചത് അല്ലേ. നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു പാരലൽ ആണെങ്കിലുള്ള കണ്ടീഷൻ എന്തായിരുന്നു a1/a2 is equal to b1/b2 not equal to c1/c2. ഈ a1 b1 c1 a2 b2 c2 അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് പറയാം. a1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലീനിയർ ഇക്വേഷനിലെ എക്സിന്റെ കോഎഫിഷ്യന്റ്, b1 ഫസ്റ്റ് ലീനിയർ ഇക്വേഷനിലെ വൈന്റെ കോഎഫിഷ്യന്റ്, c1 ഫസ്റ്റ് ലീനിയർ ഇക്വേഷന്റെ കോൺസ്റ്റന്റ്, അതുപോലെ a2 b2 c2 എന്നാണ് സെക്കൻഡ് ലീനിയർ ഇക്വേഷനിലെ എക്സിന്റെ വൈന്റെ കോഎഫിഷ്യൻസ്, അതുപോലെ കോൺസ്റ്റന്റ്. ഓക്കെ. സോ a1/a2 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും a1 എന്താ 3, a2 എന്തായാലും 2 is equal to b1/b2, b1 എന്താ 2k by b1 എന്താണ് b2 എന്താണ് 5. സോ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും 50 is equal to 4k is equal to എന്തായിരുന്നു k is equal to എന്ത് കിട്ടും 15 divided by 4. ഓക്കെ. അപ്പോൾ ഇതിന്റെ ആൻസർ എന്തായിരുന്നു ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. ക്വസ്റ്റ്യൻ നമ്പർ 8 ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ 4 ആംഗിൾസ് തന്നിട്ടുണ്ട്. അതിൽ വാല്യൂ ഓഫ് സി ആണ് ചോദിച്ചത്. നമ്മൾ 9th നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈക്ലിക് ക്വാഡ്രിലാറ്ററലിലെ ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്താണ് 180 ആണ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ. സോ ഓപ്പോസിറ്റ് ആംഗിൾസ് ആംഗിൾ എയും ആംഗിൾ സിയും, ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും 180. അത് നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് ലീനിയർ ഇക്വേഷൻ ഫോം ചെയ്യാം. ആംഗിൾ എ എന്തായിരുന്നു 2x - 1, ആംഗിൾ സി എന്താണ് 2y + 15. സോ അതിൻ്റെ സം എന്തായിരിക്കും 180 ആയിരിക്കും അല്ലേ. സോ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുകയാണെങ്കിൽ 2x + 2y is equal to ഇത് കിട്ടും 166. ഓക്കെ. അത് എല്ലാ എക്സ് വൈ അതുപോലെ കോൺസ്റ്റന്റിന്റെ കോഎഫിഷ്യന്റ് 2 വെച്ച് ഡിവിസിബിൾ ആണ്. സോ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ x + y is equal to 83. ക്വസ്റ്റ്യൻ ഇക്വേഷൻ നമ്പർ 1. ഓക്കെ. അതേപോലെ നെക്സ്റ്റ് പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി എന്തായിരിക്കും 180 ആയിരിക്കും. നമുക്ക് അടുത്ത ലീനിയർ ഇക്വേഷൻ എഴുതാം. ആംഗിൾ ബി എന്താണ് y + 5, ആംഗിൾ ഡി എന്താണ് 4x - 7, രണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180. ഓക്കെ. സോ നമുക്ക് എന്ത് കിട്ടും 4x + 7 is equal to എന്ത് കിട്ടും 182. ഓക്കെ. ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു x + y is equal to 83. ഇത് രണ്ടും സോൾവ് ചെയ്യുകയാണെങ്കിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും 3x is equal to 99, x equal to 33 എന്ന് കിട്ടും അല്ലേ. ഓക്കെ. നമ്മൾ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് വൈൻ്റെ വാല്യൂ കിട്ടും, y equal to 50 കിട്ടും. നമ്മൾ ചോദിച്ചത് എന്താണ് ആംഗിൾ സി ആണ് ചോദിച്ചത്. ആംഗിൾ സി എന്താണ് ഇവിടെ തന്നെ നമുക്ക് കാണാം 2y + 50. ഇവിടെ തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 × y എന്താണ് 50, 2 × 50 + 50 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും 115 ഓപ്ഷൻ ഡി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9. ക്വസ്റ്റ്യൻ നമ്പർ 9 ഇത് 10 ക്വസ്റ്റ്യൻസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സസൈസിലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അതെങ്ങനെ ലീനിയർ ഇക്വേഷൻസ് ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഓപ്ഷൻസ് നോക്കിയിട്ട് എങ്ങനെ പെട്ടെന്ന്
ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, അതെന്താണ് പറഞ്ഞത്? എ ഫ്രാക്ഷൻ ബിക്കംസ് 1/3 വെൻ 1 ഈസ് സബ്സ്ട്രാക്റ്റഡ് ഫ്രം ന്യൂമറേറ്റർ. ന്യൂമറേറ്ററിൽ നിന്ന് 1 സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രാക്ഷൻ 1/3 ആവും. അപ്പോൾ ഈ 4 ഓപ്ഷനിൽ ഏതാണ് ന്യൂമറേറ്ററിൽ നിന്ന് 1 സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/3 ആവുന്നതെന്ന് ചെക്ക് ചെയ്താൽ പോലെ. അപ്പോൾ ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കാം. ഓപ്ഷൻ എയുടെ ന്യൂമറേറ്ററിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ എന്താ ഫ്രാക്ഷൻ 4/7 ആവുക. 1/3 ആവുന്നില്ല അല്ലേ? സോ ഓപ്ഷൻ എ അല്ല എന്നുള്ളത് മനസ്സിലായി. ഇനി അതുപോലെ ഓപ്ഷൻ ബി ചെയ്തു. ബിയിൽ ന്യൂമറേറ്ററിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 4/12 1/3 ആകുന്നില്ല. അപ്പോൾ അത് ആൻസർ ആവാൻ ചാൻസ് ഉണ്ട് അല്ലേ? അതുപോലെ ഓപ്ഷൻ സിയുടെ ന്യൂമറേറ്ററിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 2/7 ആണ് ആകുന്നത്. സോ അത് നമ്മുടെ ആൻസർ അല്ല. അതുപോലെ ഓപ്ഷൻ ഡി ആണെങ്കിലോ ന്യൂമറേറ്ററിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 3/7 ആകുന്നത്. അപ്പോൾ അതൊന്നല്ല നമ്മുടെ ആൻസർ അല്ല. അപ്പോൾ ന്യൂമറേറ്ററിൽ 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1/3 ആകുന്ന ഒറ്റ ആൻസർ ഈ ഓപ്ഷനിലുള്ളത്. അതാണ് ഓപ്ഷൻ ബി ആണ് അല്ലേ? ഓക്കെ, സോ നമ്മൾ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി. ഇതുപോലെ മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ട് ചെയ്യുക. ഒരുപാട് ടൈം ഇവിടെ സേവ് ചെയ്യാം. ഈ സേവ് ചെയ്ത ടൈം നമുക്ക് ലെങ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. ക്വസ്റ്റ്യൻ നമ്പർ 10 നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലീനിയർ ഇക്വേഷൻ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഓപ്ഷൻസ് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇതിൽ ഓരോ ഓപ്ഷൻസ് ആയിട്ട് ചെയ്യാം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ പറഞ്ഞതാണ്? സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എ 2 ഡിജിറ്റ് നമ്പർ ഈസ് 9. ഓക്കെ, അപ്പോൾ ഡിജിറ്റ്സ് ആയിട്ട് ഇതിൽ 9 വരുന്നതാണ് നമ്മൾ ആൻസർ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ നോക്കുമ്പോൾ 4 ഓപ്ഷനിൽ ഡിജിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 9 തന്നെ കിട്ടുന്നത് അല്ലേ? അപ്പോൾ അടുത്ത സെൻറ്റൻസ് വെച്ച് നോക്കാം. അപ്പോൾ അടുത്ത സെൻറ്റൻസിൽ എന്താ പറയുന്നത്? 9 ടൈംസ് ദിസ് നമ്പർ ഈസ് ട്വൈസ് ദ നമ്പർ ഒബ്റ്റെയിൻഡ് ബൈ റിവേഴ്സിംഗ് ദ ഡിജിറ്റ്സ്. ഓക്കെ, 9 ടൈംസ് ദ നമ്പർ, അതായത് നമ്പർ നമ്മൾ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ കിട്ടുന്നത് എന്തായിരിക്കും? നമ്പേഴ്സിനെ റിവേഴ്സ് ചെയ്തിട്ട് ട്വൈസ് എടുത്ത് കഴിഞ്ഞാൽ സെയിം നമ്പർ ആയിരിക്കും കിട്ടുക എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യ ഓപ്ഷൻ എ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, 9 ടൈംസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? 72 × 9. ഓക്കെ, 72 × 9 നമുക്ക് ചെയ്ത് നോക്കാം. 72 × 9 ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും 648 കിട്ടും. അതിനെ നമ്പേഴ്സ് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുക? 27. അതിൻ്റെ ട്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ 54 വരുന്നത്. അപ്പോൾ അത് രണ്ടും ഈക്വൽ അല്ല അല്ലേ? സോ എന്തല്ല? ഓപ്ഷൻ എ അല്ല എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, നമുക്ക് ഓപ്ഷൻ സി ഒന്ന് ചെയ്ത് നോക്കാം. 9 ടൈംസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 18 × 9. 18 × 9 എന്താ കിട്ടുന്നത്? ചെയ്ത് നോക്കാം. 162. ഓക്കെ, ഇനി അതിന്റെ ഡിജിറ്റ്സ് റിവേഴ്സ് ചെയ്ത് എന്താ കിട്ടുക? 81. അതിന്റെ ട്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ 81 × 2, അതും 162 അല്ലേ? രണ്ടും സെയിം അല്ലേ കിട്ടുന്നത്? നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. ബിയും ഡിയും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? സ്വന്തമായിട്ടും ചെയ്ത് നോക്കൂ. ബിയും ഡിയും ചെയ്യുമ്പോൾ ഇതുപോലെ ഈക്വലായിട്ട് കിട്ടില്ല. ഈക്വലായിട്ട് കിട്ടുന്നത് സി മാത്രമായിരിക്കും. സോ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. മാത്സിൽ ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. ഇനിയുള്ള ഓരോ ചാപ്റ്ററിൻ്റെയും മാത്സ് ടേം 1 എല്ലാ ചാപ്റ്ററും എങ്ങനെ ഒരു MCQ എക്സാമിൽ ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ട് മാക്സിമം ടൈം സേവ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതായിരിക്കും ഈ ബാക്കിയുള്ള ഓരോ വീഡിയോസും നമ്മൾ പറയുന്നത്. സോ എല്ലാ വീഡിയോസും മിസ് ചെയ്യാതെ തന്നെ കാണുക. ഈ ചാപ്റ്റർ ഓരോ ചാപ്റ്ററിലും എക്സാമിൽ ചോദിക്കാൻ ഏറ്റവും ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എല്ലാവരും മിസ് ചെയ്ത വീഡിയോ ഫുള്ളായിട്ട് കാണാം.